സജോ ഉണ്ട്. സജോ ആണ് ഈ വാർത്തകളൊക്കെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സജോ, വളരെ വേദനിപ്പിക്കുന്ന ഒരു ചിത്രം കൂടിയായി, നായയുടെ ചിത്രം കൂടി. അവിടെ പോയി കണ്ടപ്പോൾ ഈ വീടിന് തൊട്ടടുത്ത് മറ്റു വീടുകളില്ലായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ സജോ? ഡോക്ടർ അരുൺകുമാർ, ഈ കുടയത്തൂർ അടൂർമല എന്ന് പറയുന്ന പ്രദേശത്ത് ഈ അപകടം നടന്ന ആ ഭാഗം, അതൊരു ചെറിയൊരു ചാൽഭാഗം എന്ന് വിളിക്കാൻ കഴിയുന്ന വലിയ വീതിയിലോ ഒന്നുമല്ല, പക്ഷെ താഴേക്ക് നല്ല കിഴക്കാൻ തൂക്കായ ഭാഗമാണ്. അപ്പോൾ ആ ഒരു ചാൽ എന്ന് വിളിക്കാം. ആ ഭാഗത്ത് പക്ഷെ മറ്റ് വീടുകൾ ഉണ്ടായിരുന്നില്ല. അതാണ് ഇതിനൊരു വ്യാപ്തി കുറച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം, അതായത് ദുർഘടം പിടിച്ചൊരു ഭൂമിശാസ്ത്രമാണ്. ഉരുള് പൊട്ടിയത് തന്നെയാണ്, മണ്ണിടിഞ്ഞ് ഉരുള് പൊട്ടി. പക്ഷെ അതൊരു കുറഞ്ഞ വീതിയിലാണെങ്കിലും ഭൂമിശാസ്ത്രം അനുസരിച്ച് ഇതിന്റെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഉരുളിന്റെ വ്യാപ്തി, ഉരുള് പൊട്ടൽ എന്ന് പറഞ്ഞാൽ വ്യാപ്തി കുറവാണെങ്കിലും ഈ ഭൂമിശാസ്ത്രം അനുസരിച്ച് കിഴക്കാൻ തൂക്കായ മേഖലയാണ്, അതുകൊണ്ട് ഹൈ പ്രഷർ ആയിരിക്കും. പക്ഷേ ആ ഉരുള് പൊട്ടി താഴേക്ക് പോയി പതിച്ച ആ ചാൽ ഭാഗം എടുത്ത് പരിശോധിച്ചാൽ ഒരു 600-700 മീറ്റർ ഭാഗത്തേക്ക് ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ താഴേക്ക് മറ്റ് വീടുകൾ ഉണ്ടായിരുന്നില്ല. ഈ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സുമതിയുടെ വീട്, അതായത് ജീവൻ പൊലിഞ്ഞ ആ വയോധികയുടെ വീടിന് അവിടെ വീടുണ്ടായിരുന്നു എന്നതിന് തെളിവ് ഒരു ഭിത്തി മാത്രമാണ്. ബാക്കി സമ്പൂർണ്ണമായി ഒലിച്ചുപോയി. 3 പേരായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. ഈ മരിച്ച സുമതിയുടെ ഭർത്താവ് രവി, മകൻ രതീഷ്. രതീഷ് അവിടെ സൈഡിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നാട്ടുകാർ ഓടിയെത്തി അദ്ദേഹത്തെ വലിച്ച് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കുണ്ട്. രവി എന്ന ആ വയോധികൻ തെറിച്ച് മറ്റൊരു ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവേ വീഴുകയായിരുന്നു. ഈ അമ്മയുടെ കൈ പിടിച്ചാണ് പുറത്തേക്ക് നടന്നു പോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതിനിടെ അവർ ഒരു 400 മീറ്ററോളം താഴേക്ക് ഒലിച്ചുപോയി. പിന്നീട് താഴെ വെച്ചാണ് കണ്ടെത്തിയത്. അതിനിടെയാണ് നമ്മൾ ആ നായയെ കണ്ടത്. നമുക്കറിയാവുന്ന പോലെ ഇത് നാട്ടുമ്പുറ പ്രദേശമാണ്. എന്ന് മാത്രമല്ല അവിടുത്തെ ഒരു പ്രത്യേകത, ഈ വാഹനങ്ങളൊക്കെ വരുന്ന ഭാഗത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ മുകളിലേക്ക് പോകണം. അതിനുശേഷം ഇവരുടെ വീട്ടിലേക്ക് ഒരു 200-300 മീറ്റർ നടവഴി മാത്രമേ ഉള്ളൂ. നടന്ന് ഈ കിഴക്കാൻ തൂക്കായി കിടക്കുന്ന, ഈ ചെരിഞ്ഞു കിടക്കുന്ന ഈ ഭാഗത്തുകൂടെ നടന്നാണ് ഇവരുടെ വീട്ടിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള, എന്ന് വെച്ചാൽ പരിസരത്തൊക്കെ വീടുകൾ കുറച്ച് മാറി ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും നാട്ടുമ്പുറമാണല്ലോ, അങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ അപരിചിതർ വരുമ്പോൾ ഈ നായ മാറി നിൽക്കും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വീണ്ടും വന്ന് തിരയും. രാവിലെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയമായിരിക്കും എന്ന് കരുതി. അപ്പോൾ അതൊരു വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അവിടെ മാത്രമല്ല, ഇപ്പോൾ മറ്റൊരു ശ്രദ്ധേയമായ ഒരു കാര്യം മന്ത്രി പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അത് ഇടുക്കി ജില്ലയുടെ മൊത്തം എടുത്താൽ ഒരു 9 ലാൻഡ് സ്ലൈഡ് എന്ന് വിളിക്കാൻ പറ്റുന്ന 9 ലാൻഡ് സ്ലൈഡുകളാണ് ഉണ്ടായിട്ടുള്ളത്. 74 ലാൻഡ് സ്ലിപ്പുകൾ ഉണ്ടായി എന്നാണ്. അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ലാൻഡ് സ്ലിപ്പ് എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ്. പക്ഷേ ഇതിന്റെ ഭൂമിശാസ്ത്രം മാറുന്നതിനനുസരിച്ച് ഇതിന്റെ പ്രഷർ മാറും. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഭാഗത്ത് അവിടെ ഒരു വീടേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീടിന് അവിടെ ഉണ്ടായിരുന്നതിന് ഒരു സൈഡിലുള്ള ഭിത്തി മാത്രമേ തെളിവുള്ളൂ, മറ്റൊന്നുമില്ല. ഇതാണ് അവിടുത്തെ ഒരു സ്ഥിതി. ഇങ്ങനെ പല പ്രദേശങ്ങളും ഉണ്ട്. ഒരു 3 വീടുകൾ തകർന്ന മറ്റൊരു പ്രദേശം ഈ ആലക്കോട് എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മാറി തൊടുപുഴയിൽ തന്നെയാണ്. ആലക്കോട് എന്ന് പറയുന്ന ഒരു ഭാഗത്തുണ്ട്. അവിടെ ഒരു ലാൻഡ് സ്ലിപ്പ് എന്ന് വിളിക്കാനേ പറ്റുള്ളൂ നമുക്ക്, ലാൻഡ് സ്ലൈഡ് എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷേ അതിന്റെ പ്രഷർ കൂടുതലാണ്. കാരണം അവിടെയും ഇങ്ങനെ അതിന്റെ ഭൂപ്രകൃതി എന്ന് വെച്ചാൽ വല്ലാതെ ചെരിഞ്ഞു കിടക്കുന്ന ഒരു അതിനൊരു ഭൂമിശാസ്ത്രം അങ്ങനെയാണ്. അതാണ് ഇതിന്റെ ഇമ്പാക്ട് വർദ്ധിപ്പിക്കുന്നത് പലപ്പോഴും. അതാണ് ഈ ലാൻഡ് സ്ലിപ്പുകൾ. 74ഓളം ലാൻഡ് സ്ലിപ്പുകൾ ഉണ്ട്. ഇത് ചെറുതും വലുതുമാണ്. പക്ഷെ അതിന്റെ പ്രഷർ മാറുന്നതിനനുസരിച്ച്, എന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രം അനുസരിച്ച് പ്രഷർ മാറുമ്പോൾ ഈ ഇമ്പാക്ട് കൂടുതലായി വരും എന്നതാണ് ഒരു പ്രശ്നം. എന്ന് വെച്ചാൽ ഒരു ഉരുൾപൊട്ടൽ തന്നെ സംഭവിക്കണമെന്നില്ല, ഒരു ലാൻഡ് സ്ലിപ്പ് തന്നെ സംഭവിച്ചാൽ ഈ ഇമ്പാക്ട് ഓരോ പ്രദേശത്തിന്റെയും ഭൂമിശാസ്ത്ര സ്വഭാവം അനുസരിച്ച്, രൂപഘടന അനുസരിച്ച് മാറും എന്നാണ് ഒരു കാര്യം. അപ്പോൾ അവിടെ ഏതാണ്ട് ഒരു 3 വീട് തകർന്നിട്ടുണ്ട്. അപ്പോൾ ജില്ലയുടെ മൊത്തം കണക്ക് പരിശോധിക്കുമ്പോൾ 69 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. 14 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്നതാണ്. ഇപ്പോൾ തൊടുപുഴയുടെ ഒരു പ്രദേശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ മഴയുടെ ഒരു ശക്തി ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേ പ്രശ്നം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഇമ്പാക്ട് നമ്മൾ നിൽക്കുന്ന ഒരു പ്രദേശം, ഇപ്പോൾ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ആലക്കോട് അല്ലെങ്കിൽ കുടയത്തൂർ ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ല ശക്തമായ മഴ ലഭിച്ചാൽ മതി. അതല്ലെങ്കിൽ അതിർത്തി മേഖലയിലോ വനമേഖലയിലോ ലഭിക്കുന്ന മഴ, അതിന്റെ അളവ് മാറിയാൽ തന്നെ താഴേക്കുള്ള ഇമ്പാക്ട് മാറും എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ഒരു ഭാഗത്ത് മഴ കുറഞ്ഞു എന്നതുകൊണ്ട് ആശ്വസിക്കാൻ പറ്റില്ല എന്നതാണ് പ്രശ്നം. മാത്രമല്ല ഒരു നിശ്ചിത മണിക്കൂറുകൾക്കകം, അതാണ് നേരത്തെയും ദുരന്ത നിവാരണ വിഭാഗവും ജില്ലാ ഭരണകൂടവും ഒക്കെ ചൂണ്ടിക്കാട്ടിയ കാര്യം. അതുകൊണ്ടാണ് പുറത്തേക്കുള്ള യാത്ര, വിനോദസഞ്ചാരം സമ്പൂർണ്ണമായി നിരോധിക്കുക, അതുമായി ജനങ്ങൾ സമ്പൂർണ്ണമായി സഹകരിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അതാണ്. ഇതിനിടെ 2 ജീവനുകൾ ഇടുക്കിയിൽ നഷ്ടമായി. അതിൽ സുമതിയുടേത് തന്നെ ആ പ്രദേശത്ത് ഒരു വീട്, ആ ഭാഗത്തൊരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടാണ് അതിന്റെ ഒരു ആഘാതം. ആ ജീവൻ പൊലിഞ്ഞതിൽ നമുക്ക് വലിയ ദുഃഖവും വേദനയും ഉണ്ടാകുമ്പോൾ തന്നെ അതിന്റെ ഒരു ഇമ്പാക്ട് കുറഞ്ഞത് എന്ന് കാണേണ്ടി വരും. Meet the editors.